ഞാൻ കൂട്ടിക്കലിൽ നിന്ന് വരുന്നു. എനിക്ക് സ്വപ്നത്തിൽ കൂടെ കിട്ടിയ ഒരു സൗഖ്യം പറയാനാണ് ഞാൻ വന്നത്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തിൽ കൂടെ ഒരു വലിയ കാണുകയാണ്. ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ്. അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറയാതിരുന്നേ, മാറ്റിയിട്ട് പറഞ്ഞില്ല, ഇയാൾക്ക് ഭയങ്കര പേടിയുള്ള ആളല്ലേ, എല്ലാത്തിനും പേടിയല്ലേ, മാറ്റിയില്ലെങ്കിൽ സുഖപ്പെടുത്താതെ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആക്കുവായി കൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ച് പറയാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേനേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഒന്നും അറിഞ്ഞില്ലല്ലോ, ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ എന്നോട് പറയുക, ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ, ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ, ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ആ ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെ നല്ല ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല. അത് തന്നെയല്ല, ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലെ അരച്ചു. 15 ദിവസമല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ത്യാഗം എടുത്തു. അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ നേരവും പ്രാർത്ഥന തന്നെ. കാരണം ആദ്യമൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എൻ്റെ പിള്ളേർ 2 പേരും, ഒരാൾ ബാംഗ്ലൂർ ഒരാൾ കോതമംഗലത്തും, അപ്പോൾ 2 പേർക്കും ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അസുഖമൊന്നും വരല്ലേ എന്നുള്ള ആ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ ആ ഉപവാസം അത്രയും കഠിനമായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചതും ഓരോ ദിവസവും അതിൻ്റെ ശക്തി കൂട്ടിയതുമൊക്കെ. പക്ഷേ 2 ദിവസമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് 2 ദിവസം മുമ്പ് തൊട്ട് ഒരു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു, നെറ്റിക്ക് ഒരു ഭയങ്കര വേദന വന്നു. ഒരിക്കലും തലവേദന ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ഈ തലവേദന വന്നപ്പോൾ ഈ വേറൊരു ലെവൽ തലവേദനയായിരുന്നു. ഭിത്തിയിലങ്ങ് മുട്ടിച്ച് വെച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല. അതുപോലെ 2 മിനിറ്റ് നേരെ ഉള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ കുറച്ച് ക്ഷീണമോ ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം വന്നു. പിന്നെ കാലിന് ഭയങ്കരമായിട്ടൊരു കോച്ച് പോലെ അതും കുറച്ചുണ്ടായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി അത് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, ഇനി എന്നേലും വരാനാണോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ പെങ്കൊച്ചിൻ്റെ അമ്മ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, ഒരു 18 വയസ്സുള്ള പയ്യൻ മരിച്ചതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൊച്ചിന് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയുക, എൻ്റെ സിജിയമ്മ അവന് ബ്രെയിനിന് ക്യാൻസർ ആയിരുന്നു, അറിഞ്ഞില്ല, ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞ് 1 മാസം ആയതേ ഉള്ളൂ അറിഞ്ഞിട്ട്. കാരണം ഇവന് ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല മിടുക്കനാണ്, എല്ലാ കാര്യത്തിനും ഓടി പാഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോഴത്തേനും അവന് എന്നാ ചോദിച്ചെന്ന് ചോദിച്ചാൽ തലവേദന വന്നപ്പോൾ അവന് ഭിത്തിയെ മുട്ടിച്ച് വെച്ചു. അപ്പോൾ ആ മുട്ടിച്ച് വെച്ചപ്പം വേദന കുറയാഞ്ഞിട്ട് അവന് കാല് വാഷ് ബേസിലോട്ട് മുട്ടി അമർത്തി പിടിച്ചപ്പം അത് അടന്ന് വീണ് കാലൊടിഞ്ഞു. അപ്പം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനാണ് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ തലവേദന ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കും ഇത് ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേട്ടു. അപ്പോൾ ഇതെനിക്ക് ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു പേടി വന്നു. അതിന് കൂടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവധിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി ചേട്ടൻ്റെ ചേച്ചിക്ക് ബ്രെയിനിന് ട്യൂമറായിരുന്നു. അപ്പോൾ കാലിന് ചെറുതായിട്ട് കോച്ച് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഈ കുഴപ്പമൊന്നും തേച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ന്യൂറോയെ കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശ്രീജിത്തിനായി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുമായിരുന്നു, അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഒരു സിഗ്നൽ ഇല്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കോച്ച് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുക, അമ്മച്ചി അതൊന്നും സാരമില്ല, അത് തണുപ്പിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് എനിക്ക് എന്നേലും വന്നാൽ മാറ്റിയിട്ട് എന്നോട് പറയാവുള്ളൂ, എനിക്ക് അപ്പടി പേടിയാണ്, എനിക്ക് സൂചി കാണുമ്പോൾ പേടിയാണ്, 2 വാക്സിൻ എടുത്ത കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, സൂചി എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് ഒരു ആശുപത്രിയിൽ കയറാനും പേടിയായതുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞ് നോയമ്പ് ഉപവാസവും അതിൻ്റെ കൂട്ടത്തിൽ അഖണ്ഡ ജപമാല ചെല്ലുമ്പോൾ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എന്നേലും കൊണ്ടേ മാറ്റിയിട്ടേ പറയാവുള്ളേന്ന്. അപ്പം 15 ദിവസത്തിനിടയ്ക്ക് ഞാൻ 2 വചനം ഈശോയോട് ചോദിച്ചു. ആദ്യം ഒരെണ്ണം ചോദിച്ചപ്പം തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല എന്ന് പറഞ്ഞ് അത് കണ്ടു. അത് പെട്ടെന്ന് ഞാൻ എഴുതി തീർത്തു. അതിന് ഒരു 7 ദിവസം ആയതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തൊന്ന് ഒരെണ്ണം കൂടി ചോദിക്കാമെന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പെട്ടെന്ന് കിട്ടിയതാണ്, അവൻ നിൻ്റെ വഴി ഒരുക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അതുകൂടെ എഴുതി. അപ്പം ഇതും ഉണ്ട്. പിന്നെ അഖണ്ഡ ജപമാല 16 ദിവസം ചൊല്ലി 16,000 നന്മ പറഞ്ഞവരെയും ചൊല്ലി. ഇതെല്ലാം കാഴ്ചവെച്ച് ഇതിന് വേണ്ടിയാണ് എനിക്ക് എന്നേലും ഉണ്ടേ മാറ്റിയിട്ട് പറയണേ. അത് മാത്രമേ എൻ്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞ്
തലേ ദിവസം എല്ലാം തീർത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം മാതാവിനെ കാണണമെന്ന് ഓർത്ത് നന്നായിട്ട് ഒരുങ്ങി എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ മാതാവിന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് ഓഗസ്റ്റ് 15 ഇരിക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ 15 നോയമ്പ് ഭയങ്കരമായിട്ട് കർശനമായിട്ട് എടുക്കുകയും നല്ല ത്യാഗത്തോടെ എടുക്കുകയും ഉപവാസം എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കാലിന് കോച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലം തേച്ചായിരുന്നു. എന്നതാണെങ്കിലും മാറ്റി തരണേ, അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നെറ്റിയിലും തേക്കും. വേദന വന്നതുകൊണ്ടും പിന്നെ ഒരു പേടി കൊണ്ടും നെറ്റിയാൽ ഉടമ്പടി തൈലം എപ്പോഴും തേച്ചേച്ച് വിശ്വാസപ്രമാണം ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും. അത് ഈ കൊന്ത ചെല്ലുന്നതിനിടയ്ക്കും ഓരോ രഹസ്യം തീർന്നിട്ട് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനിടയ്ക്ക് വീണ് യോഗം തന്നെ പറച്ചിലാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പം ഓഗസ്റ്റ് 15 പള്ളി രാവിലെ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞു. രാവിലെ എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ളതാണ്, പള്ളി പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വിളിച്ചില്ലേ ഞാൻ ഏക്കില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്നെ ഏറ്റാ പോകോളാൻ പറഞ്ഞു. ഞാൻ തന്നെ ഏറ്റില്ലെന്ന് തന്നെയല്ല. 6 മണിയായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. 5:30 പ്രാർത്ഥന അന്ന് ആദ്യമായിട്ട് മുടങ്ങി കണ്ടത്. ഞാനൊരു ആശുപത്രിയുടെ വലിയ കൗണ്ടറിൽ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നത് എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. ആശുപത്രിയിൽ പിന്നെ എന്നോട് ബ്രെയിനിന് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത് ഈ വലിയ ഉപവാസവും നോയമ്പും ആയിരുന്നല്ലോ, ഇതുകൊണ്ട് ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നേരം. അത് കഴിഞ്ഞിട്ട് ഞാൻ സൂചി കണ്ടാൽ പേടിയാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുക എന്നേലും ഇച്ചിരി മിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിക്കുക സൂചി കണ്ടാൽ പേടിയുള്ള ആളുടെ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, വേഗം വീട്ടിൽ പോകുമോ, ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാം മാറ്റി സുഖപ്പെടുത്തി സൗഖ്യമാക്കി എന്ന് എന്നോട് 6 പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നോക്കി നിന്നപ്പം മേശയിലൊക്കെ പിടിച്ചതിന് എനിക്ക് പെട്ടെന്ന് സാനിറ്റൈസർ തന്നു. കോവിഡ് കാലമല്ലേ, അതുകൊണ്ട് ഒരിടത്തും പിടിച്ചേക്കല്ല, വേഗം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അത് എന്നിട്ടും പിന്നെയും വിഷമിച്ചും വെപ്രാളപ്പെട്ട് അവിടെ നിൽക്കുക. അന്നേരം 2-3 പേരുടെ ചീട്ടും കൂടി എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അന്നേച്ച് പെട്ടെന്ന് എന്നോട് പറയുക ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒരു തടയും കൂടെ ഇറങ്ങി. എന്നിട്ട് എന്നോട് ഒത്തിരി സമാധാനമായിട്ട് പറഞ്ഞു, ഇനി ഒരിടത്തും പോകണ്ട, ഒരു ആശുപത്രിയിലും പോകണ്ട, ഒരിടത്തും കയറിയേക്കല്ല, വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് മാത്രം പേടിക്കേണ്ട, ഇതൊന്നുമില്ല, ഇത് പൂർണ്ണമായിട്ടും പോയെന്ന് പറഞ്ഞു. അന്നേരത്തിന് ഞാൻ ഉറക്കത്തിൽ നിന്ന് സ്വപ്നമൊക്കെ ഉറക്കം തെളിഞ്ഞു, സ്വപ്നമൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാതെ ഓടിച്ചെന്ന് ഈശോയോട് പറഞ്ഞു, ഞാൻ ഈ കണ്ടതുപോലെയാണ്, എനിക്ക് പേടിയില്ല, അല്ലാതെ ഒന്നും വരല്ലേ, എനിക്ക് അപ്പടി പേടിയാന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി ഈശോയോടും മാതാവിനോടും പറഞ്ഞു, രാവിലെ തന്നെ പോകാനൊന്നും ഒരു ആരോഗ്യമില്ല, അന്നേരം ഈ പേടിയുണ്ടാവും. അപ്പോൾ ഞാൻ ഡോണിയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോയി ചർപ്പണഗിരി കയറി മാതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ കണ്ട പോലെ വരാവുള്ളേ, അല്ലേ എനിക്ക് പേടിയായിട്ടാണ്, വേറൊന്നും കൊണ്ടല്ലേ എനിക്ക് എപ്പോഴും പേടിയാണ്, ഇത് തന്നെയാണ് എൻ്റെ പറച്ചിൽ. അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കണ്ട് കുർബാനയും കൂടി തിരിച്ച് വന്നപ്പോഴും വലിയ മിണ്ടാട്ടമൊന്നുമില്ല, ഈ സ്വപ്നം കണ്ടതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുക. എന്നിട്ട് ഭക്ഷണം കഴിച്ച് ഒരു ശകലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ എടുക്കില്ലാത്ത കൂടി ക്ഷീണമാണ്. എന്നിട്ട് ഞാൻ ഓർക്കുമായിരുന്നു എന്നെ ഇങ്ങനെ പറ്റിയെന്നൊക്കെ ഓർത്തൊരു വിഷമിച്ചൊക്കെ നടന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, അടുത്ത വീട്ടിൽ ചേച്ചിയും ചോദിച്ചു എന്നാ സിജി ഇന്ന് അപ്പടി ക്ഷീണമെന്ന്. ഞാൻ പറഞ്ഞു ഒത്തിരി ദിവസം കൂടി ഭക്ഷണം കഴിച്ചതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുമല്ലോ ഒരു ക്ഷീണതാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോഴത്തേനും 2-3 പ്രാവശ്യം തുമ്മി. പിന്നെ ഒരു 3 തോർത്ത് നിറച്ച് ലിക്വിഡായിട്ട് സാനിറ്റൈസർ പോലെ കുറുകി എന്തോ സാധനം വന്ന് ഇപ്പോൾ 3 തോർത്ത് നിറഞ്ഞു. അപ്പം മൂന്നാമത്തേത് എടുത്തപ്പം പുള്ളിക്കാരൻ 2 തോർത്ത് കഴുകിയിടാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്നെ ഈ കുഴമ്പ് കൊല്ലിക്കുന്ന സാധനം, ഇത് കഫമൊന്നും അല്ലല്ലോ, ഇതെന്നാ സാധനമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എൻ്റെ സ്വപ്നമോ എൻ്റെ ഓർമ്മയോ ഒന്നുമില്ല, എൻ്റെ മനസ്സിലൊന്നുമില്ല. കാരണം ഈ വന്നു പോകുന്നത് തൂത്ത് കളയുന്നു, തുപ്പി കളയുന്നു, കാണിക്കാൻ വരുന്നു, തല കറങ്ങുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ആരോടും പരാതി പറയാതെ ഇതെല്ലാം സഹിച്ച് ഇരിക്കുക. അത് കഴിഞ്ഞ് 3-ാമത്തേതും കൂടെ തീരാറായപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ മുറ്റത്തിറങ്ങി ഒരു നൈറ്റി എടുത്തിട്ട്, അതിന് മയമൊക്കെ ഉണ്ടല്ലോ, പഴയ നൈറ്റി എടുത്തിട്ട് തൂക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുക ഇച്ചിരി തൂളുന്നുമുണ്ട്. അപ്പം 2 പ്രാവശ്യം പിന്നെയും വല്ലാതെ ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂട്ട് പണിയാണോ അതായിരുന്നു, ഞാൻ എന്തേലും പ്രാർത്ഥിച്ചതായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുമൊന്നുമില്ല, ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുമല്ലോ, ഇത് എന്നാ വലിയ രോഗമാണ് തന്നേ, ഞാൻ മടുത്തല്ലോ, ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കകത്ത് ഇത്ര ഇരുന്ന് പൊട്ടിപ്പോകാൻ, ഇതിന് മാത്രം സാധനം എന്നാ ഇരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ പരാതി പറഞ്ഞ് ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്, ഞാൻ ഈശോയും മാതാവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചേ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പെരയ്ക്കകത്ത് കയറി കിടക്കുക. അന്നേരം എനിക്ക് പറ്റിയേലാത്തത് കൊണ്ട് ഒന്നും മിണ്ടാട്ടമൊന്നുമില്ല, ഒരു ചെറിയ കെട്ടിലേ കിടന്നു ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, വയ്യല്ലോ എന്നുള്ളത്, എന്നെ പറ്റി ഇങ്ങനെ ആയി പോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ.
അല്ലാതെ ഇത് സ്വപ്നത്തെക്കുറിച്ചൊന്നും ആ മനസ്സിൽ അന്നേരം ഒന്നുമില്ല. അന്നേരം എല്ലാം ഈ തലച്ചോറിനകത്ത് നടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ഓർമ്മയില്ല അങ്ങനെയുള്ള കാര്യം. അത് കഴിഞ്ഞ് ഒരു 12 ആയപ്പോഴത്തേക്ക് എനിക്ക് പെടലി പോലും തിരിക്കത്തില്ല, തൊട്ട് പോലും നോക്കാൻ പറ്റിയല്ല തല, അതുപോലെ വേദന. അത് കഴിഞ്ഞ് ഒരു 3 മണി ആയപ്പോഴത്തേന് ഈ ലീക്ക് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പഴയ ഓർമ്മ വന്നപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ ഡോണി ഉണ്ട്, അവൻ ഡെൻ്റലിന് പഠിക്കുന്ന, അപ്പം ഡോണിയും ഈ ചാച്ചനും ഉണ്ട്. അപ്പോഴത്തേനും ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞത് മാറ്റിയെന്നാണ് പറഞ്ഞത്, ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മാറ്റിയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ ഇവിടെ ഒന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്, 1 വർഷത്തോളം കൂടുന്ന, കാരണം ഞങ്ങൾ കോവിഡ് കാലത്തിന് മുമ്പേ എല്ലാ മാസവും അന്ന് ചൊവ്വാഴ്ച ധ്യാനം കൂടുമായിരുന്നു. അപ്പോഴത്തേനും ഞായറാഴ്ചയൊക്കെ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ ഇത്തിരി സൗഖ്യമൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് ഈ സുഖപ്പെടുത്തിയത് കേട്ടപ്പോഴത്തേന് അങ്ങനെ പറഞ്ഞോ, നീ കേട്ടോ, മാറ്റിയെന്ന് പറഞ്ഞോ, അത് കേട്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു, അത് 6 പ്രാവശ്യവും പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇവൻ അന്നേരത്തേനും അലമ്പുണ്ടാക്കാൻ തുടങ്ങി കൊച്ച്. അവൻ അവൻ ഈ ലോജിക്കായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അവൻ പറയുക, അമ്മച്ചി ഇനി സ്വപ്നവും കണ്ടു തുടങ്ങി, സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ, ഞാൻ ഈശോയും മാതാവിനും സ്വപ്നം കാണുന്നൊക്കെ ഇവരോട് പറയുന്ന, അതുകൊണ്ട് ഇവർ ഈ സ്വപ്നം കാണുമെന്ന് പറയുമ്പം തൊട്ടേ അമ്മച്ചിക്ക് ശകലം കുഴപ്പമുണ്ടെന്നൊക്കെ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ സ്വപ്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഇവരാരും പറഞ്ഞില്ല. ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു, ആ സ്വപ്നം ഉണ്ടോ, എന്നാൽ പിന്നെ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എടാ നീ അങ്ങനെ പറയണ്ട, ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞാൽ മാറ്റിയതാണ്, ഇപ്പോൾ ഇത്ര ക്ഷീണമൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് ഇനി എന്നതാണേലും സാരമില്ല, ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിലും പോയില്ല. ആശുപത്രി പോകാൻ ഇവൻ വെള്ളം വെച്ചിട്ട് ഞാൻ ഒരിടത്തും പോരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തന്ന് ഞാനൊന്ന് കുളിച്ച് ദേഹം മാത്രം കഴുകി തലേ തൊട്ട് പോലുമില്ല. എന്നിട്ട് ഞാൻ ഒരു പാരസെറ്റാമോളും കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ വരെ കിടന്നുറങ്ങി, പ്രാർത്ഥനയൊക്കെ കിടന്നുകൊണ്ട് ചെല്ലി, പക്ഷേ ഏറ്റൊന്നുമില്ല, പറ്റിയല്ല, അത്രയും ക്ഷീണമാണ്. അത് കഴിഞ്ഞ് രാവിലെ ഇവർക്ക് പോകണമായതുകൊണ്ട് ഇവർ പോയി. അന്നിപ്പോൾ പെട്ടെന്ന് വന്നേക്കാമെന്നും പറഞ്ഞ് ഫ്രണ്ടിലെ കഥ അടച്ച് ബാക്കിലെ കഥകിന് കുറ്റിയിടാതെ അടുത്ത വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോകാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് പോവുകയും ചെയ്തു. ഒരാൾ ക്ലിനിക്കിലോട്ടും പോയി. അത് കഴിഞ്ഞ് ഒരു 11 മണി വരെ ഞാൻ കിടന്ന് ഉറങ്ങും, ഇടയ്ക്ക് ഒന്ന് ചായ കുടിച്ചതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഉറക്കമൊന്നും വരുന്നില്ല, അപ്പടി ക്ഷീണവും സങ്കടവും മാത്രമേ ഉള്ളൂ. തലേദിവസം നല്ലപോലെ ഉറങ്ങിയതില്ല. അപ്പോൾ അന്നേരം ഒരു തണുപ്പ് പെട്ടെന്നൊരു 11 മണിയായി, ഇപ്പോൾ തണുപ്പ് ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നി, പെട്ടെന്നൊരു വേറൊരു ഫീല് വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല, അതുപോലെ ഒരു ശാന്തമായിട്ട് എന്നോട്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, തലയ്ക്കകത്ത് എന്നാ ഇത്ര കിടന്നേ, എന്നാ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ, ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത്, കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, കാര്യവും പറഞ്ഞ് തന്നേച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം എനിക്ക് അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഒച്ചയിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ആവലാതിപ്പെട്ട് ചോദിച്ചേ. അപ്പം പറഞ്ഞു, ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മാറ്റി, ഇനി കിടന്നാൽ മതി കേട്ടോ, റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതി, ഒരാശുപത്രിയിലും പോകണ്ടെന്ന് എന്നോട് എത്ര തവണ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. തലേ ദിവസം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ഇവിടെ എങ്ങും നിൽക്കില്ല, ഇനി ഒരിടത്തും പോകല്ലെന്ന്. അതുപോലെ പിറ്റേ ദിവസം കണ്ടപ്പം പറഞ്ഞു, ഇനി ഒരിടത്തും പോകേണ്ട, കോവിഡ് കാലം, ഇറങ്ങി നടക്കരുത്, വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി, ഈ ക്ഷീണവും ഇപ്പോഴുള്ള പ്രതിരോധ ശേഷിയൊക്കെ വന്നോളും, ഇനി റെസ്റ്റ് മാത്രം മതി, അത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, എനിക്ക് കാലിന് അപ്പടി കോച്ചാന്ന് പറഞ്ഞില്ല, കാലെടുക്കാൻ പറ്റില്ലാത്ത കോച്ചായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുക, ഈ കാലിൻ്റെ കോച്ച് പോയോന്നൊന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എൻ്റെ കാല് ഇങ്ങനെ പറിക്കത്തില്ലാത്ത ഞാൻ ഇങ്ങനെ എടുത്ത് കോച്ച് നോക്കിയിട്ടും കോച്ചുന്നില്ല, അയ്യോ അതും പോയോന്ന് ഞാൻ ഇച്ചിരി ആവലാതി വിട്ട്, ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്, എന്നെ ഒരവസ്ഥയാണെന്ന് പറയാൻ അറിയത്തില്ല, അതുപോലെ ചോദിക്കുക, അയ്യോ അതും പോയോന്ന്. അപ്പോൾ എന്നോട് പറയുകയാണ്, അതും പോയെന്ന് പറഞ്ഞൊരു ചിരി. അത് കഴിഞ്ഞ് എന്നിട്ടും കാണുന്നില്ല, പക്ഷേ ഈ നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ നമുക്ക് വ്യക്തമായിട്ട് നല്ല അടുത്തിരുന്ന് പറയുന്ന പോലെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അതും പോയല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് അന്നേരം നന്നായിട്ട് മനസ്സിലായി, ഇത്രയും പോയ കാര്യമല്ല എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് തലേദിവസം നടന്നതും മുഴുവൻ ഞാൻ ചോദിച്ചതും ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ പരാതി പറഞ്ഞതും എല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നേ. എനിക്ക് സങ്കടം കൊണ്ടൊന്നും മേല. അന്നേരം എന്നോട് തോന്നി, എനിക്ക് സങ്കടപ്പെട്ടൊന്നും ഉണ്ടാക്കണ്ട, അവരൊക്കെ വരുമ്പോഴത്തേനും കാര്യം പറഞ്ഞാൽ മതി, സമാധാനമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി സമാധാനിപ്പിച്ചേച്ച് പോയി. അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ പുള്ളിക്കാരൻ പറമ്പിലോട്ട് പോയതായിരുന്നു മുറിഞ്ഞോടെ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കേട്ടു, ഇങ്ങനെയെല്ലാം എന്നോട് പറഞ്ഞു, കാലിൻ്റെ കോച്ച് പോയോ എന്ന് ചോദിച്ചു, അതുപോലെ പരാതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചു. എന്നാലും പുള്ളിക്കാരനും പെട്ടെന്ന് മൊത്തം കാര്യം മനസ്സിലായേ. അന്നേരം ഞാൻ പെട്ടെന്ന് വന്നേ, കഴിഞ്ഞ് പേടിക്കൊന്നും വേണ്ടല്ലോ, ഇപ്പം സംഗതിയുടെ തെളിവും കൂടെ കിട്ടിയില്ല, ഇനി പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര സമാധാനം. പക്ഷേ എന്നാലും നമുക്കൊരു രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്തംഭനാവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി. പക്ഷേ ഇത്
ഭയങ്കര വിഷമമാണ്. എൻ്റെ ഈശോ എന്നെ ഇത്രയും കാത്തല്ലോ, ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഈ സ്വപ്നമെല്ലാം തീർന്ന് ഇത് നടക്കുന്ന കാര്യമാണ് കേട്ടോ, 11 മണിക്കത്തെ. അപ്പോൾ അന്നേരം ഞാൻ പറയുന്ന, എൻ്റെ തമ്പുരാനെ എന്നെ ഇത്രയും കാത്തല്ലോ, ഒരു സൂചി പോലും വെക്കാതെ ഇത്രയും കാര്യം നടത്താൻ എൻ്റെ ഈശോയ്ക്കല്ലേ പറ്റുള്ളൂ, എന്നാലും ഇതിനൊരു കുറുക്ക് വഴി ഈശോ ഇല്ലാതെ ആരെങ്കിലും കാണിച്ചു തന്നോ എന്നെല്ലാം ചോദിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓടി ചെന്ന് മാതാവിനോട് പറയും, ഏറ്റു നിൽക്കാൻ പറ്റുകയില്ലേ പോലും ഞാൻ പെട്ടെന്ന് ഈശോയോടും മാതാവിൻ്റെ അടുത്ത് ഓടി ചെന്ന് പറയേ, തൈലം തേക്കുകയെ. അത് കഴിഞ്ഞ് ഉടമ്പടി പത്രം എടുത്ത് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ, തലേ ദിവസം ഞാൻ ഈ കൊന്ത ചെല്ലുമ്പം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തതാ, എനിക്ക് എന്നേലും വന്നാൽ മാറ്റുമെന്ന് എനിക്കറിയാം, എനിക്കൊന്നും എന്നെ വന്നാലും പേടിക്കേണ്ടെന്നറിയാം, പക്ഷേ എനിക്ക് ഈ സൂചി പേടിയായതുകൊണ്ട് എന്നെ നോക്കണം, നേരത്തെ എന്നോട് മാറ്റിയിട്ടേ പറയാവുള്ളൂ. ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയും പറച്ചിലുണ്ടായിരുന്നു. അത് തമ്പുരാൻ നല്ലപോലെ കേട്ടു. പിന്നെ ഞാൻ ഇന്ന് വരെ ചോദിച്ചത് ഒന്നും തരാതിരുന്നിട്ടില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയാൻ വൈകിയാൽ എൻ്റെ ദൈവം ഇതുപോലെ പണി കിട്ടുമെന്നൊന്നും പറയാനില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ ക്ലിനിക്കിന് വേണ്ടി ഞങ്ങളിവിടെ വന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് മേടിച്ച് ഡേറ്റൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നടന്നു. പക്ഷേ സാക്ഷ്യം വരാൻ പറ്റിയില്ല. എല്ലാവരും കൂടെ വരാൻ ഒരിക്കലും ഒക്കുന്നില്ല, അവർ ബാംഗ്ലൂർ ആയതുകൊണ്ട്. അടുത്താഴ്ച വരും. അപ്പോൾ ഈ ഒരു ലോണ് 4 പ്രാവശ്യം ഈ ലോണ് ആദ്യം സാങ്ഷനായിട്ട് ഡെൻകെയറിലോട്ടാണ് വരുന്നത്. ഇളയാൾക്ക് ഡെൻകെയറിലാണ് ജോലി, അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ 24 മണിക്കൂറിനകം അവിടെ വരുമെന്ന് പറഞ്ഞു. ആ 24 മണിക്കൂറിനകം പോയിട്ട് 48 മണിക്കൂറായിട്ട് അവരുടെ ആ വിട്ടിരിക്കുന്നിടത്ത് തന്നെ കിടക്കുക, ഇതിനകത്ത് കയറുന്നില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, നമ്മൾ സാക്ഷ്യം പറയാഞ്ഞിട്ട് തരാനറിയാവുന്ന ആൾക്ക് തടയാനറിയാവുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ ഈശോയെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ. ഞാനൊരു 2 മാസമായിട്ട് ഒറ്റക്കാരിയെ ചോദിക്കുന്നുള്ളൂ, ഈശോയെ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കൊടുത്താലേ കാര്യം മുന്നോട്ട് പോകുള്ളൂ, എന്നാലേ വിവേചിച്ചറിയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായിട്ട് എന്നോട് മനസ്സിലാക്കി തന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വെച്ചിട്ട് 2ാം പ്രാവശ്യം അവർ പിന്നെയും വിട്ടു. അത് 19-ാം തീയതി 20-ാം തീയതി വരേണ്ടതാണ്. ആദ്യത്തേതിന് ഏതാണ്ട് ഒരു GST പ്രശ്നം പറഞ്ഞു, അത് തടസ്സം, അത് പിന്നെ നോർമലാന്ന് ഓർക്കാമെന്ന് അങ്ങനെ വെച്ച്. 2ാമത്തെ പ്രാവശ്യം സെർവർ ബ്ലോക്ക് വന്നിട്ട് 26-ാം തീയതി ആയിട്ട് പോലും ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം പോലും നടക്കുന്നില്ല, എല്ലാവരുടെയും കൂടെ അങ്ങ് ബ്ലോക്കായി. അത് ഇവൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വല്ല യേശുവോ, പിന്നെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി, വരാൻ പറ്റുന്നില്ല, ഇത് കിട്ടാതെ വരത്തില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് 3ാം പ്രാവശ്യം വിട്ടു, അതും ഇങ്ങനെ തടഞ്ഞു നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാലും പോയി മാതാവിൻ്റെ അടുത്ത് ഇത് കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കൂട്ടുവരാൻ ആരുമില്ല. അപ്പം പുള്ളിക്കാരന് വരാൻ പെട്ടെന്ന് നോക്കുന്നില്ല എന്നിട്ടാ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്കൊരു മാതാവേ എനിക്കൊരു കൂട്ട് കാണിച്ചു തരണം. ഞാൻ അയൽവക്കത്തെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് രാവിലെ വരാൻ പറ്റത്തില്ലല്ലോ, അവർക്കൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ, അതുകൊണ്ട് അവർക്ക് 2 ദിവസം കഴിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ലിബിന്ന് കാണിച്ചപ്പോൾ ഞാൻ ഓർത്തു ആരാ. അത് കഴിഞ്ഞ് പിന്നെ അത് പെട്ടെന്ന് അവനെ വീട്ടിൽ വിളിക്കുന്ന പേരുകൂടെ മനസ്സിലാക്കി തന്നെ. അപ്പം ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ ഇന്നലെ എന്തോ പരിപാടിയുണ്ട്, ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അല്ല, ഈ മാതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലിബിനെ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അവനെയും കൂട്ടിയേ പോകുന്നുള്ളൂ, അവനിവിടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ കൂടിക്കൊണ്ട് വന്നാൽ. പിന്നെ ചോദിച്ചതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയാൻ താമസിക്കല്ലോ. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്ന് മടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷ്യത്തിന് ഭയങ്കര പവറുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായിട്ടായിരിക്കണം. അതുകൊണ്ട് എനിക്കതങ്ങ് സാധിക്കാതെ വന്നത്. എല്ലാവരും കൂടെ വന്ന് അടുത്ത ആഴ്ച പറയും. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് തന്നെയല്ല, എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും. അതുപോലെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ടടുത്ത് എല്ലാവരുടെയും ഡ്രസ്സുകൾ, നമ്മുടെ വീട്ടിലെ ഡ്രസ്സ് തന്നെയല്ല, നല്ല ഒട്ടും കുഴപ്പമില്ലാതെ 1-2 ഒക്കെ ഇട്ട് വെച്ചിട്ട് ഡ്രസ്സ് നന്നായിട്ട് എന്ന് വെച്ചാൽ ഇപ്പം പിള്ളേരൊക്കെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഡ്രസ്സ് തന്നെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. വർഷങ്ങൾ ആയിട്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പത്രം തന്നെയല്ല, എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പത്രവും ഉപ്പും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കാശുരൂപം എപ്പോഴും കയ്യിൽ കാണും, അത് ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കും. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തി 1/2 മണിക്കൂർ ഇതെൻ്റെ കാര്യം മൊത്തം പറഞ്ഞിട്ടേ വിടുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഓരോ ആവശ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും. ഇതെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം സാധിച്ചു തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി.